I could notice the joy in the hearts, in the face of many people, because God has allowed us to see this new year in our life. നമ്മുടെ ജീവിതത്തിൽ ഈ പുതുവർഷം കാണുവാനായിട്ട് ദൈവം ഇടം നൽകിയത് കൊണ്ട് അനേകരുടെ മുഖത്ത് പ്രസാദം കാണുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. First of all, let me thank the elders and the saints of Christian Brethren Assembly for inviting us for this meeting. ഈ മീറ്റിംഗിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് ക്രിസ്ത്യൻ ബ്രദർ അസംബ്ലിയുടെ എൽഡേഴ്സിനോടും സഭയോടുമുള്ള നന്ദി പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. Christian Brethren Assembly is very dear to me. ക്രിസ്ത്യൻ ബ്രദർ അസംബ്ലി എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. I wish we could be present physically to enjoy the fellowship and love of the dear saints. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ ഒരുമിച്ച് അനുഭവിപ്പാൻ തക്കവണ്ണം കൂടി വരുവാനുള്ള സാവകാശം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. Praise God that we could at least have this Zoom platform so that we could see each other and listen to the word of God. നമുക്ക് പരസ്പരം കണ്ട് ദൈവവചനം ശ്രവിക്കുവാൻ തക്കവണ്ണം ഈ നിലയിലുള്ള സൂം പ്ലാറ്റ്ഫോം നമുക്ക് ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. I really appreciate the vision of the assembly right from the very beginning. ഈ സഭയുടെ പ്രാരംഭം മുതൽ സഭ പാലിച്ചു പോകുന്ന കാഴ്ചപ്പാടിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Drawing many to Christ in Kuwait through their dedication, commitment and prayers. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും സമർപ്പണത്തിലൂടെയും അധ്വാനത്തിലൂടെയും അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാനായിട്ട് അവർക്ക് കഴിഞ്ഞു. How often we are concerned about our physical health during the year. കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ ശാരീരിക സൗഖ്യത്തെ കുറിച്ച് നാം എത്രമാത്രം ചിന്താകുലമുള്ളവരായിരുന്നു. Especially during the last year, we might have been concerned about our physical health in many times. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷം അനേക സന്ദർഭങ്ങളിൽ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ കുറിച്ച് നമുക്ക് ആകുലതയുണ്ടായിരുന്നു. But may I ask you, how many times we were concerned about having a spiritual checkup in our life? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീക ആരോഗ്യ പരിശോധനയ്ക്കായിട്ട് നമുക്ക് എത്ര പേർക്ക് കടന്നു പോകുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ. No doubt 2020 was an year of fear and uncertainty, both in the physical world and also in the spiritual world. തീർച്ചയായിട്ടും 2020 വളരെ അനിശ്ചിതത്വത്തിന്റെയും ഭയത്തിന്റെയും ഒക്കെ നാളുകളായിരുന്നു. Most of us were concerned about our stay in Kuwait, about the evangelization in India, and many situations which we faced during that year. കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ ഈ കുവൈറ്റിലെ വാസവും അതുപോലെ നമ്മുടെ ഭാരതത്തിലെ സുവിശേഷീകരണവും അങ്ങനെ പല കാര്യങ്ങളിൽ നാം ഒക്കെ ചിന്താകുലം ഉള്ളവരായിരുന്നു. But the Spirit of God has led me to a topic, how to claim victory in our life each day of 2021 today. ഈ 2021 നമ്മുടെ അനുദിന ജീവിതത്തിൽ എങ്ങനെ ആത്മീക വിജയം നേടുവാൻ കഴിയും എന്നുള്ള വിഷയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് നൽകിയിരിക്കുകയാണ്. For that shall we turn to one verse in 1 John chapter 4 verse 4. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. It is easy to remember the reference 1 John 4:4. നമുക്ക് ഈ വാക്യഭാഗം ഓർക്കുവാൻ എളുപ്പമുണ്ട്. 1 യോഹന്നാൻ 4:4. You are of God, little children, and have overcome them, because greater is he that is in you than he that is in the world. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. And my main concentration on the second part, greater is he that is in you than he that is in the world.
അത് രണ്ടാം ഭാഗം കേന്ദ്രീകരിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ എന്നുള്ള ഭാഗം. I want all of you to repeat that verse. Instead of you, can we replace that with me? That greater is he that is in me than he that is in the world. ആ വാക്യം നാം ഒന്ന് നമ്മെ ചേർത്ത് പറയുന്നത് നല്ലതാണ്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിലുള്ളവൻ എന്നുള്ളതല്ല, നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ എന്ന് നമുക്ക് പറയുവാൻ കഴിയണം. You know that Apostle Paul was speaking about the false prophets and evil spirits in the first 3 verses of this chapter. ഈ അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ അപ്പോസ്തലനായ യോഹന്നാൻ കള്ള പ്രവാചകന്മാരെ കുറിച്ചും ദുഷ്ടാത്മാക്കളെ കുറിച്ചും പ്രതിപാദിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. And he is more concerned about the world where we are living in. നാം ഇന്ന് അധിവസിക്കുന്ന ലോകത്തെ കുറിച്ച് തനിക്ക് അതിയായ ചിന്തയുണ്ടായിരുന്നു. And then he offers a reassurance to the believers in that particular verse. ആ വാക്യത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഒരു ഉറപ്പ് പ്രത്യേകമായ നിലയിൽ താൻ നൽകുകയാണ്. And he is referring to the readers as little children. ഇവിടെ തന്റെ വായനക്കാരെ കുഞ്ഞുങ്ങളെ എന്നാണ് താൻ വിശേഷിപ്പിക്കുന്നത്. And little children are often tempted to fear very fast, and you know that they are not spiritually matured. കുഞ്ഞുങ്ങൾ എന്നുള്ള നിലയിൽ നാം ചിന്തിക്കുമ്പോൾ അവർ വേഗത്തിൽ ഭയപ്പെടുവാൻ സാധ്യതയുള്ളവരാണ്. അവർ പക്വത വേണ്ടതുപോലെ പ്രാപിക്കാത്തവരാണ്. And we are also in a similar state today, that very often fear comes to our mind, and also we are not able to get the empowering from the God. നമ്മുടെ ജീവിതത്തിലും സമാനമായ ഒരു അവസ്ഥയിലാണ് നാം ഇന്നായിരിക്കുന്നത്. വളരെ വേഗത്തിൽ നാം ഭയത്തിന് അടിമപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ പക്വത ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനായിട്ട് കഴിയുന്നില്ല. And then he offers 3 phrases of comfort concerning our life in this world. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ആശ്വാസകരമായിട്ടുള്ള 3 പ്രയോഗങ്ങൾ പിന്നീട് താൻ നടത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. And my prayer tonight is that these words of comfort should encourage us to have a victorious life in this world. നമുക്ക് ഈ ലോകത്തെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് ഈ 3 പദപ്രയോഗങ്ങൾ സഹായകരമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. And first of all, Apostle John is encouraging and saying that you are of God. ഒന്നാമതായിട്ട് അപ്പോസ്തലനായ യോഹന്നാൻ നമ്മെ ഉദ്ബോധിപ്പിച്ച് ധൈര്യപ്പെടുത്തുന്നത് നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. And in fact, what he is telling is that the Holy Spirit indwells in you all the time. താൻ പ്രത്യേകമായിട്ട് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ സദാ അധിവസിക്കുന്നു എന്നാണ്. And Apostle Paul could see the people of this world into 2 categories, the one that belongs to God and the other who belongs to the world. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാന് 2 നിലയിൽ ആളുകളെ ചിത്രീകരിക്കുകയാണ്. ഒരു കൂട്ടർ ദൈവത്തിനുള്ളവർ, മറ്റേ കൂട്ടർ ലോകത്തിനുള്ളവർ. In verse 4 he is telling that you are of God, and in verse 5 he is mentioning that they are of the world. 4-ാം വാക്യത്തിൽ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്ന് താൻ പറയുമ്പോൾ 5-ാം വാക്യത്തിൽ അവർ ലോകക്കാരാണ് എന്ന് പറയുകയാണ്. Again in verse 6 he is telling we are of God. 6-ാം വാക്യത്തിൽ പിന്നെയും പറയുന്നു ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. In fact, there is always a struggle between the believers and the people of this world, and that is what we are facing in our day-to-day life. വാസ്തവത്തിൽ ഈ ലോകത്തിലുള്ളവരും ദൈവമക്കളും തമ്മിൽ ഒരു പോരാട്ടം നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്.
ഈ നാളുകളിൽ നാമും അനുഭവിക്കുന്ന ഒരവസ്ഥയാണത്. Especially youngsters among us is always facing this conflict, being a child of God and also watching the people of this world. വിശേഷാൽ നമ്മുടെ ചെറുപ്പക്കാരോടുള്ള ബന്ധത്തിൽ ഒരു ദൈവ പൈതൽ എന്നുള്ളതിൽ അവരായിരിക്കുകയും ലോകത്തിലുള്ളവരെ വീക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഈ കോൺഫ്ലിക്റ്റ്, ഈ പോരാട്ടം അവരിൽ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. And in the second phrase he is using, we have overcome them. രണ്ടാമത്തെ പ്രയോഗം അവിടെ താൻ ചെയ്യുന്നത് നാം അവരെ അതിജീവിച്ചിരിക്കുന്നു അഥവാ നാം അവരെ ജയിച്ചിരിക്കുന്നു. And he uses this concept of overcome in this particular epistles 5 times. ഈ ലേഖനത്തിൽ 5 പ്രാവശ്യം ജയിച്ചിരിക്കുന്നു എന്നുള്ള പ്രയോഗം താൻ ഉപയോഗിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. Initially he said we have overcome the evil one. പ്രാരംഭമായിട്ട് താൻ പറയുന്നത് നാം ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. And then we have overcome the world. പിന്നീട് പറയുന്ന നാം ലോകത്തെ ജയിച്ചിരിക്കുന്നു. And it is interesting to notice that this phrase is being used in the perfect tense. നാം ശ്രദ്ധിച്ചാൽ പൂർത്തീകരിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഈ പ്രയോഗങ്ങളൊക്കെ താൻ ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. In fact, it speaks about the past is a finished victory, and not only that, the present state of being an overcomer. പിന്നിട്ട കാലത്ത് ലഭിച്ച വിജയവും ഈ വർത്തമാന കാലത്തിൽ വിജയികളായി തീരുന്ന അവസ്ഥയുടെ ചേർത്താണ് താൻ പറയുന്നത്. In fact, in other words, our victory over Satan is finished and complete, but at the same time it is continuing. മറ്റൊരവസ്ഥയിൽ പറഞ്ഞാൽ പിശാചിന്റെ മേൽ നമുക്കുള്ള ജയമെന്ന് പറയുന്നത് ഒരിക്കൽ എന്നേക്കുമായിട്ട് നേടിക്കഴിഞ്ഞതാണ്, അതേസമയം തന്നെ അനുദിന ജീവിതത്തിൽ തുടരുന്നതുമാണ്. Because Jesus Christ has overcame Satan on the cross and continues to overcome him in us. That means Jesus Christ has overcome Satan on the cross of Calvary, and same victory is continuing within us. കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ പിശാചിന്റെ മേൽ ആത്യന്തികമായ ജയം കൊണ്ടാടി, ആ ജയം നാമും അവകാശപ്പെട്ട് നമുക്കും അനുഭവമായി തീരുകയാണ്. And the third phrase, John reminds the reader about the power of Christ. മൂന്നാമത്തെ പ്രയോഗം യോഹന്നാൻ ഉപയോഗിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ശക്തി എന്നുള്ളതാണ്. And he is mentioning greater than the power of this world, and the power in a believer is greater than the power in the world. അവിടെ താൻ പറയുന്നത് ഒരു വിശ്വാസിയിൽ പ്രവർത്തിക്കുന്ന ദൈവശക്തി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന ശക്തിയേക്കാൾ ഉന്നതമാണെന്നാണ്. And as you know that the devil is also equally working among the people of this world as well as among the Christians. നമുക്കറിയാം പിശാച് ഈ ലോകത്തിലുള്ളവരിലും അതുപോലെ തന്നെ വിശ്വാസികളുടെ മധ്യേയും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. And Apostle Paul is reminding the believers there, saying that you need not fear Satan and his work because we have overcome them. ഇവിടെ യോഹന്നാൻ പറയുന്നത് പിശാചിനെയും അവന്റെ പ്രവർത്തനങ്ങളെയും നാം ഭയപ്പെടുവാൻ ആവശ്യമില്ല, കാരണം നാം അവയെ അതിജീവിച്ചവരാണ്, നാം അവയുടെ മേൽ വിജയം പ്രാപിച്ചവരാണ്. So we can claim boldness, or we can have the boldness in our life because we have already overcome the forces of this world. ഈ ലോകത്തിന്റെ ശക്തികളെ നാം അതിജീവിച്ച് അതിന്മേൽ വിജയം വരിച്ചവരായതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ നിൽക്കുവാനായിട്ട് സാധിക്കുന്നു. And this is what tonight the Spirit of God is telling you and me. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. If you think about Apostle Paul in a similar way, he put it like this: if God is for us, who can be against us?
അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സമാനമായ നിലയിൽ താൻ പറയുന്നത് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് എന്നാണ്. And both these words of encouragement will give us or provide us comfort and also the assurance to the believers that we can have a victorious life in this world in spite of the things happening around us. ഈ രണ്ട് പ്രയോഗങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് അവരുടെ പോരാട്ടങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ ജയജീവിതം ചെയ്യുവാനായിട്ട് അവരെ സഹായിക്കും എന്നുള്ളതിന്റെ ഉറപ്പും അവർക്കുള്ളതായ ധൈര്യവുമാണ്. And what is the importance of this verse is to note that the ground for their victory. ഈ വാക്യത്തിലെ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് അവരുടെ വിജയത്തിന് ആസ്പദമായിരിക്കുന്ന അതിന്റെ അടിസ്ഥാനമാണ്. And it says that not because that you are superior in intelligence or not because you are very good in theological knowledge or you are smarter than the teachers, but it is something different. ഇവിടെ നിങ്ങൾ ബൗദ്ധികമായ നിലയിലോ വേദശാസ്ത്രപരമായ നിലയിലോ മറ്റേതെങ്കിലും നിലയിൽ പ്രാവീണ്യം നേടിയവരായതുകൊണ്ടല്ല ഈ വിജയം സാധിക്കുന്നത്. But he is telling that none of this is contributing for the victory in our life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ വിജയത്തിന് ഈ വക കാര്യങ്ങളൊന്നും നമുക്ക് സഹായകരമായി തീരുന്നില്ല. But he is telling that just is because greater is he who is in you than he who is in the world. എന്നാൽ യോഹന്നാൻ പറയുന്നത് നമ്മുടെ വിജയത്തിന് കാരണമായിരിക്കുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്നുള്ളതാണ്. And when the question comes, how our God is greater than Satan or the devil? അപ്പോൾ ഉണ്ടാകാവുന്ന ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ദൈവം ദുഷ്ടനേക്കാൾ അഥവാ പിശാചിനേക്കാൾ എങ്ങനെയാണ് ശക്തനായിരിക്കുന്നത്? Definitely our God is great because he is independent, but Satan is dependent. മുഖ്യമായിട്ടും നമ്മുടെ ദൈവം പിശാചിനേക്കാൾ വലിയവനാണ്, ഉന്നതനാണ്. കാരണം ദൈവത്തിന് സ്വയമായി പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നു. എന്നാൽ പിശാച് അങ്ങനെ സർവതന്ത്ര സ്വതന്ത്രനല്ല. And Satan cannot do anything and he cannot act anything in us without the permission of the Most Holy High. ആ മഹോന്നതനായ പരിശുദ്ധനായ ദൈവത്തിന്റെ അനുവാദം കൂടാതെ പിശാചിനെ ഒന്നും തന്നെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയില്ല. And that's what we read from the book of Job. അതാണ് നാം യോബിന്റെ പുസ്തകത്തിൽ കാണുന്നത്. And the second aspect is our God is infinite, where Satan is finite. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ദൈവം അപരിമേയനാണ്, എന്നാൽ പിശാച് പരിമിതിയുള്ളവനാണ്. And there is a limit for the extent by which Satan can use his power in the people. പിശാചിന് തന്റെ ശക്തി ജനങ്ങളിൽ മേൽ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. And even his intelligence is being limited by God. തന്റെ ബൗദ്ധികമായ തലം പോലും ദൈവത്താൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. And that's why we say that our God is greater than the one who is in this world. അതുകൊണ്ടാണ് നമ്മുടെ ദൈവം ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നു. And the best example we can see how David claimed victory over Goliath. ദാവീദ് ഗോലിയാത്തിന്റെ മേൽ ജയം നേടുന്നത് നമുക്ക് ഒരു മകുടോദാഹരണമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. And to the worldly people, the victory is in Goliath. ലോക മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജയം ഗോലിയാത്തിന്റെ പക്ഷത്താണ്. But for the God's people, the victory is in the Lord of hosts. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയം എന്ന് പറയുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലാണ്. And that's why David could easily say like this, you come to me with a sword and a spear, but I come to you in the name of the Lord of hosts. അതുകൊണ്ടാണ് ദാവീദിനെ ധൈര്യമായിട്ട് പറയുവാൻ കഴിയുന്നത്,
നീ വാളും കുന്തവുമായിട്ട് എന്റെ നേരെ വരുന്നു, ഞാനോ എന്റെ ദൈവത്തിന്റെ നാമത്തിൽ നിനക്ക് നേരെ വരുന്നു. Dear brothers and sisters, let me remind you that we are facing a lot of challenges during these days. ഓ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാന് ഇപ്രകാരം ഓർമ്മിപ്പിക്കട്ടെ, ഈ നാളുകളിൽ നാം വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. And the word of God should definitely encourage us to face these challenges and to have victory or overcome those challenges. എന്നാൽ ഈ വെല്ലുവിളികളെ ഒക്കെ നേരിട്ട് അതിന്മേൽ ജയം നേടുവാൻ ദൈവത്തിന്റെ വചനം നമുക്ക് തീർച്ചയായിട്ടും സഹായകരമാണ്. And let me come to the practical aspects of this. ഇതിന്റെ പ്രായോഗിക തലത്തിലേക്ക് ഞാൻ വരട്ടെ. Now, as an assembly, you know that there are children who are not spiritually matured and they can be easily carried away by the false teachings and practices these days. ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം ആ സഭയിലുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവർ അവരുടെ വിശ്വാസത്തിലും ഭക്തിയിലും അവര് മെച്യൂർ അല്ലാത്തത് കൊണ്ട്, അതിൽ അവർക്ക് ശരിയായ ഒരു നിലപാടില്ലാത്തത് കൊണ്ട് വേഗത്തിൽ തെറ്റായ ഉപദേശത്തിലേക്ക് അവർ വലിച്ചിഴക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. And I am really burdened about hearing about some children who have drifted away from the true worship. യഥാർത്ഥമായിട്ടുള്ള ആരാധനയിൽ നിന്ന് വഴുതി പോയ ചില ചെറുപ്പക്കാരോടുള്ള ബന്ധത്തിൽ ഞാൻ വളരെ ഭാരം അനുഭവിക്കുന്നുണ്ട്. And they or entertainment to the mind. അവരെ മനസ്സിലാക്കുവാൻ ആവശ്യമുള്ള ഒരു കാര്യം, ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയോ അതിന് പ്രചോദനം കൊടുക്കുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ല എന്നുള്ളതാണ്. And they should realize that it is all about thanksgiving to the Lord who has and who he is and what he has done for us. ദൈവം ആരായിരിക്കുന്നുവോ, അവൻ എന്ത് ചെയ്തുവോ, അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തുവോ, അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് നന്ദി കരയറ്റുന്നതാണ്, ദൈവത്തെ സ്തുതിക്കുന്നതാണ് വാസ്തവത്തിൽ ആരാധന. And they should realize that the heart is more important than the mind for worship. ആരാധനയുള്ള ബന്ധത്തിൽ നമ്മുടെ മനസ്സിനേക്കാൾ ഹൃദയത്തിനാണ് പ്രാധാന്യത എന്ന് അവർ മനസ്സിലാക്കുവാൻ ആവശ്യമുണ്ട്. And these days we find so strange to have ladies leading the so-called Church of Christ, which is not biblical. ദൈവ ക്രിസ്തുവിന്റെ സഭ എന്ന് അവകാശപ്പെടുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഈ നാളുകളിൽ സഹോദരിമാര് സഭയെ നേതൃത്വം വഹിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അത് തിരുവചന പ്രകാരം ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നു. And also sisters being in the assembly without the proper head covering. അതുപോലെ തന്നെ മൂടുപടം ഇടാതെ, തല മൂടാതെ സഹോദരിമാര് സഭയിൽ ആയിരിക്കുന്നു. And they find it, or they look forward the convenience rather than the biblical or scriptural truths. തിരുവഴുത്തിലെ സത്യങ്ങളെക്കാൾ കൂടുതൽ അവരുടെ സൗകര്യത്തിനാണ് അവർ മുൻതൂക്കം നൽകുന്നത്. And that is related to our assembly nowadays. We should be burdened about our assembly and pray for our assembly so that the assembly should be founded on the true doctrine of the word of God. നമ്മുടെ സഭകളിൽ പോലും ഈ നിലയിലുള്ള കാര്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ആത്മഭാരം ഉണ്ടാകുവാൻ ആവശ്യമുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ സഭ ശരിയായ തിരുവചന സത്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുവാനായിട്ട് കഴിയേണ്ടതാണ്. And let me come back to the practical aspects as an individual. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇതിന്റെ പ്രായോഗികത എന്താണെന്ന് നമുക്ക് നോക്കാം. And I am sure that most of us are facing a giant these days in our Christian life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളേറെ പേരും ഒരു വലിയ പ്രതിസന്ധിയെ ആ നിലയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. And sometimes it may be the sickness, sometimes the children, sometimes it may be related to our job or the finance or the health.
It can be anything. These are all challenges we are facing in our day-to-day life. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്നതായ വലിയ വെല്ലുവിളികൾ ഒരുപക്ഷെ നമ്മുടെ ജോലി സംബന്ധമാകാം, നമ്മുടെ ആരോഗ്യമാകാം, കുഞ്ഞുങ്ങളുടെ കാര്യമാകാം, മറ്റ് പ്രായോഗിക തലത്തിലുള്ള ഏത് വിഷയവുമാകാം. So this promise today, what we heard, we can claim and have victory, or we can ഇന്ന് നാം overcome. കേട്ടതായ ഈ ദൈവിക വാഗ്ദത്തം, And we know that we, the one who is in us or in me, is greater than who is in this world. നമുക്ക് ഈ വാഗ്ദത്തം അവകാശപ്പെടുവാനായിട്ട് കഴിയും. നമുക്ക് ബോധ്യമുള്ള കാര്യമെന്ന് പറയുന്നത്, നമ്മിൽ ഉള്ളവൻ ഈ ലോകത്ത് ഉള്ളവനേക്കാൾ ശക്തനാണ്. I would like to read one more verse from 2 Timothy chapter 1 verse 7 to encourage all of us. നമ്മുടെ ധൈര്യത്തിനായിട്ട് 2 തിമോത്തിയോസ് 1-ാം വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And we read like this: For God has not given us a spirit of timidity, but of power and of love and discipline. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. The spirit which indwells in us, he is powerful enough to overcome every challenges we face in our day-to-day life. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം നേരിടുന്ന ഏതൊരു വെല്ലുവിളിയെയും നേരിട്ട് ജയം വരിക്കുവാനായിട്ട് ശക്തിയുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മിൽ അധിവസിക്കുന്നത്. And we should understand that the spirit, he is not of fear, but of power, love and sound mind. നമ്മിലുള്ളതായ ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, അത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാണെന്ന് നാം മനസ്സിലാക്കണം. And this is what we need to realize each day in our life when we face such challenges. നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള വെല്ലുവിളികളെ നാം നേരിടുമ്പോൾ നാൾതോറും നാം ബോധ്യപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണിത്. And we have understood that, or Apostle Paul is reminding the three things: we are of God, we have overcome, and the one who is in us is greater than the one who is in the world. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നതായ 3 കാര്യങ്ങൾ നമുക്ക് ധൈര്യം പകരേണ്ടതാണ്. നാം ഈ ലോകത്തിലുള്ളവരല്ല, നാം ലോകത്തെ ജയിച്ചവരാണ്. മാത്രമല്ല, നമ്മിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. This is the promise which the Lord, the Spirit of God, is giving to each one of us tonight. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന വാഗ്ദാനമാണിത്. Every time we should feel that we are of God, we belong to God, and we are not just depending on ourselves. നാം ഓരോ നിമിഷവും ഓർത്തിരിക്കേണ്ടതായ കാര്യം, നാം ദൈവത്തിനുള്ളവരാണ്, നാം ദൈവത്തിന്റെ വകയാണ്, നാം നമ്മിൽ തന്നെ ആശ്രയിച്ച് കഴിയുന്നവരല്ല. And the second thing is that we should understand that we are overcomers. We need not be disappointed, or we need not be disappointed by the things happening around us. രണ്ടാമതാം ഓർക്കുവാൻ ആവശ്യമുള്ള കാര്യം, നാം ജയാളികളാണ്, ജയം നേടുന്നവരാണ്. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ ഓർത്ത് നാം നിരാശപ്പെടുവാൻ ആവശ്യമുള്ളവരല്ല. Even when we fall sick, when we become unhealthy, when we face problems about the children, we should say that we are overcomers, and this challenge which I am facing, I can easily overcome because I belong to a God, a great God. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രോഗമുണ്ടാകുമ്പോൾ, ആരോഗ്യ പ്രശ്നമുണ്ടാകുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ധൈര്യം പകരുവാൻ ഈ ഭാഗം മതിയായതാണ്. കാരണം നാം സർവശക്തനായ വലിയവനായ
ഒരു ദൈവത്തിന്റെ വകയാണ്. And we need to claim that promises every day, and we should be strengthened spiritually to face the challenges which we are facing in our day-to-day life. ദൈവത്തിന്റെ ഈ വാഗ്ദാനങ്ങൾ നാൾതോറും നാം അവകാശപ്പെടുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ജയാളികളായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. And I would like to sing that song, Standing on the Promises of God, and which will encourage us, and definitely it will help us. At least the one stanza we can sing. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നിൽക്കുക എന്നുള്ള ഇംഗ്ലീഷ് ഗാനം പ്രിയ സഹോദരി ഇപ്പോൾ പാടുന്നതാണ്. 173. I'll just sing only the first stanza. We will together sing, and you can also sing along with us and claim that the promises of God are there to help us, to guide us, and to lead us, and to have a victory and have a victorious life. Standing on the promises of Christ, my King, through eternal ages let his praises ring. Glory in the highest I will shout and sing, standing on the promises of God. Standing Standing on the promises of God, my Savior. Standing and standing on the promises of God. Standing on the promises that cannot fail, when the howling storms of doubt and fear assail. By the living word of God I shall prevail, standing on the promises of God. Standing on the promises of God, my Savior. Standing and standing on the promises of God. Dear brothers and sisters, the Lord is enabling me as a family to claim God's promises, especially as you know that the year 2020 was a very difficult year, especially for the aged people. പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2020 എന്നുള്ളത് ഒരു വിഷമകേറിയ സമയമായിരുന്നു. ആ നിലയിൽ ആയിരുന്നപ്പോൾ ഈ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ അവകാശപ്പെടുവാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ സാധിച്ചു. You know that initially my job contract expired on 31st March 2020. മാർച്ച് 2020 എന്റെ ജോലിയുടെ കോൺട്രാക്ട് അവസാനിച്ചു. And I know for sure that God has worked in the hearts of people so that they could extend my contract till the December 31st. എന്നാൽ ഡിസംബർ അവസാനം വരെ എന്റെ കോൺട്രാക്ട് നീട്ടി കിട്ടുന്നതിനായിട്ട് ദൈവം അധികാരിയുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു. And nothing that I have requested, but it has come to me as a God's provision. അത് ഞാൻ ആവശ്യപ്പെട്ട് ചെയ്തതല്ല, ദൈവത്തിന്റെ ഒരു കരുതലായിട്ട് എനിക്ക് നൽകപ്പെട്ടതാണ്. And it would have been a very difficult situation if that contract expired on March and I had to stay here not able to travel back to India. ആ കോൺട്രാക്ട് മാർച്ചിൽ അവസാനിക്കുകയും അത് നീട്ടി കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടിലേക്ക് പോകാൻ കഴിയാതെ ഇവിടെ തുടരുന്നത് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാകുമായിരുന്നു. And this was the promise, or this verse was the one which I shared
even in our assembly, so that it encouraged me and I could experience God's provision. എന്നെ ദൈവം ശക്തീകരിക്കുകയും ദൈവത്തിന്റെ കരുതൽ അനുഭവിപ്പാൻ കഴിയുകയും ചെയ്ത ഈ ഭാഗം ഞാൻ എന്റെ സഭയിലും ആ നിലയിൽ പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു. And I am sure that at least a few of you may be facing such a difficult situation about your job security and other aspects for continuing your life in Kuwait. And I am sure that at least a few of you are facing similar problems, especially regarding your job security and your physical health conditions. നിങ്ങളുടെ ജോലി സുരക്ഷത സംബന്ധിച്ചോ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം സംബന്ധിച്ചോ സമാനമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ നിങ്ങളിൽ ചിലരെങ്കിലും കടന്നു പോകുന്നു എന്ന് ഞാൻ വാസ്തവമായി മനസ്സിലാക്കുന്നുണ്ട്. And may I request you should claim these promises that I belong to a God who is greater than everything, everyone, and also he is the one who created the heaven and the earth. അപ്പോൾ നമ്മുടെ ജീവിത അനുഭവത്തിൽ നമുക്ക് അവകാശപ്പെടുവാൻ കഴിയണം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈ ലോകത്തിലുള്ള ഏതിനേക്കാളും ഉന്നതനായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ വകയാണ് ഞാൻ എന്നുള്ളത്. And he has promised in his precious word that we can overcome every challenges we are facing in our Christian life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും വിജയകരമായി നമുക്ക് നേരിടുവാനായിട്ടുള്ള ശക്തി വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ വിലയേറിയ വചനത്തിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. And the reason he has given is that greater is he that is in you than he that is in the world. ഇവിടെ നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ലോകത്തിലുള്ളവനേക്കാൾ നമ്മിലുള്ളവൻ വലിയവനാണ്. May these thoughts encourage you as individuals, as families, and as an assembly, so that in the coming days we can overcome the challenges which we are going to face in this year, and also we have victory over those challenges. നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ നാം പ്രതിസന്ധികളെ, വെല്ലുവിളികളെ നേരിടുമ്പോൾ ഈ വചനങ്ങൾ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഫലകരമായി വിജയസഹായകമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. May this word may the Lord bless these words of encouragement to us in the coming days. വരുന്ന നാളുകളിൽ ഈ പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ വചനത്താൽ ദൈവം നമ്മെ വരുന്ന ദിവസങ്ങളിലും ധൈര്യപ്പെടുത്തുമാറാകട്ടെ. Amen.